Hello everyone, welcome to the second episode of Impromptu with Pooja. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ്. ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങൾ. ദർ ആർ കൈൻഡ് ഓഫ് 3 തരത്തിലുള്ള ശീലങ്ങളുണ്ടെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റ്, നല്ല ശീലങ്ങൾ, അതായത് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിന്, നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെ സഹായിക്കുന്ന ശീലങ്ങൾ. രണ്ടാമത്തത്, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെയും മെൻ്റൽ ഹെൽത്തിനെയും ഓവറോൾ വെൽബീയിങ്ങിനെ എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ശീലങ്ങളാണ് രണ്ടാമത്തെ. നമ്മൾ ചീത്ത ശീലങ്ങൾ അല്ലെങ്കിൽ മോശം ശീലങ്ങളെന്ന് നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ്, നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ശീലങ്ങൾ. ഈവൻ ഇഫ് ഒരു ശീലം അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഹാബിറ്റ് നമ്മളെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്താലും അത് ഒരു പക്ഷേ മാറ്റണമെന്ന് നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, അത് നമ്മളെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് റിയലൈസ് ചെയ്യാൻ പോലും സാധ്യത ചില സമയത്ത് കുറവാണ്. സോ ഒരിക്കൽ നമ്മൾ റിയലൈസ് ചെയ്തു ദിസ് ഇസ് നോട്ട് ഹെൽപ്പിംഗ് മീ, ഇതെന്നെ സഹായിക്കുന്ന കൈൻഡ് ഓഫ് ശീലം അല്ലാതെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ബട്ട് ഡ്യൂ ടു സം റീസൺ എനിക്കത് പറ്റുന്നില്ല. ഈവൻ ഇഫ് ഐ വോണ്ട് ടു, ഐ ജസ്റ്റ് കനോട്ട് സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. ലെറ്റ്സ് സേ ഇപ്പം സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഒക്കെ, അല്ലെങ്കിൽ ഓവർ ഈറ്റിങ്, അങ്ങനെ പല പല കാര്യങ്ങൾ വി ക്യാൻ കോട്ട് ആസ് എക്സാമ്പിൾസ്. വെൽ നോൺ എക്സാമ്പിൾസ് ആണ്. നമുക്ക് ഒരു അഡിക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പേഴ്സണലി. ബട്ട് സ്റ്റിൽ അതല്ലാതെ തന്നെ നമ്മളെ പേഴ്സണലി ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ശീലങ്ങളുണ്ട്. മേ ബി തോട്ട് പാറ്റേൺസ്, അതായത് ചിന്തകളുടെ ഓരോരോ പാറ്റേൺസ്, ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, ഇങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട്. സോ ഇഫ് എവർ നിങ്ങൾക്ക് അതിനെ മാറ്റണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണത് ചെയ്യുന്നത്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഹാബിറ്റിനെ മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ഹാബിറ്റ് എന്താണ് എന്നറിയണം. ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് പാറ്റേൺ ആണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇടാതെ തന്നെ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇൻവോളണ്ടറി എന്നൊക്കെ പറയാം. അതായത് എങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാകുന്നത്, നമ്മൾ 1 തവണ ചെയ്യുന്നു, നമുക്കിഷ്ടപ്പെട്ടു. നമ്മൾ 2 തവണ ചെയ്യുന്നു, നമുക്കിഷ്ടപ്പെട്ടു. 3, 4 നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും ആണത് ഹാബിറ്റ് ആവുന്നത്. സോ ഒരു കാര്യം നമ്മൾ ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്തേക്ക് നമ്മൾ ഒരുപാട് തോട്ട് ഉണ്ടായിരിക്കും. നമ്മൾ അതിനകത്തേക്ക് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇടണം ആ ഒരു കാര്യം ചെയ്യാനായിട്ട്. രണ്ടാമത്തെ തവണ നമുക്ക് അത്രയ്ക്ക് കോൺഷ്യസ് എഫേർട്ടിൻ്റെ ആവശ്യമില്ല. മൂന്നാമത്തെ തവണ തൊട്ട് നമുക്കറിയാം, വി നോ ദ ഡ്രിൽ, അല്ലേ? നമുക്കത് എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഹാപ്പൻസ് എന്നുള്ളത് വി ആർ ഓൾറെഡി അവെയർ ഓഫ്. സോ 4ാമത്തെ തവണ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. ഇങ്ങനെയാണ് ഒരു ഹാബിറ്റ് ഉണ്ടാകുന്നത്. സോ ബേസിക്കലി ഹാബിറ്റ് ഇസ് എൻ അൺകോൺഷ്യസ് പാറ്റേൺ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആസ്പെക്റ്റ്. അതായത് ഇതിനെ ബ്രേക്ക് ചെയ്യാനും ഇതിനെ മേക്ക് ചെയ്യാനും സഹായിക്കുന്ന ആസ്പെക്റ്റ് ഇത് അൺകോൺഷ്യസ് ആണ് എന്നുള്ളതാണ്. സോ ഇപ്പം നമുക്ക് ഒരു മൊബൈൽ യൂസ്, നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കണം എന്ന ആഗ്രഹമുണ്ട്. ലെറ്റ്സ് സേ ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എക്സ്പ്ലോർ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫുൾ ഓഫ് ബുൾഷിറ്റ്. ഇൻ ദ സെൻസ്, നിങ്ങളെ പേഴ്സണലി ഗ്രോ ചെയ്യാനോ നിങ്ങളുടെ ഇൻ്റലക്റ്റിനോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനോ ഒന്നും ഒരു ഉപയോഗവും ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ സജഷനിൽ വരുന്നതെങ്കിൽ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് തോന്നും, ദൈവമേ, ഞാൻ 4 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഇതാണ് കൺസ്യൂം ചെയ്യുന്നത് ഓൺ എ ഡെയിലി ബേസിസ്. എന്നിട്ടത് ബ്രെയിൻ റോട്ട് ആവുന്നു, അങ്ങനെ കൺഫ്യൂഷൻ ആവുന്നു, വളരെ മെസ്ഡ് അപ്പ് ആയിട്ടുള്ള, പിന്നെ ഒരുപാട് അനാവശ്യമായ ഇൻഫർമേഷൻ ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസിലേക്ക് പോവാണ്. അപ്പോൾ സോ യു വോണ്ട് ടു റെഡ്യൂസ് ദ സ്ക്രീൻ ടൈം. പക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ നേരെ ആദ്യം പോകുന്ന മൊബൈലിലോട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഇറ്റ് ഈസ് എൻ ഓട്ടോമാറ്റിക് റെസ്പോൺസ്. അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്ത് ഇറ്റ് ഹാസ് ബിക്കം എ ഹാബിറ്റ്, ഇറ്റ് ഹാസ് ബിക്കം എൻ അൺകോൺഷ്യസ് പാറ്റേൺ. ഇതെന്ന് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? സോ ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ്, ഓക്കെ, ഇനി ഞാൻ ഇന്ന് മൊത്തത്തിൽ എൻ്റെ സ്ക്രീൻ ടൈം 30 മിനിറ്റ് ആവുള്ളൂ. 6 മണിക്കൂറിൽ കിടക്കുന്ന ഞാൻ 30 മിനിറ്റിലോട്ട് ചുരുക്കാൻ പോവുകയാണ്. അപ്പോൾ ഐ തോട്ട്, ഓക്കെ, ഇന്ന് ഞാനിനി മൊബൈൽ എടുക്കില്ല.
എന്ന് പറഞ്ഞ് ഞാനിരിക്കുന്നു, 5 minutes ലേറ്റർ ഐ സീ മൈസെൽഫ് മറ്റേ സ്ക്രോളിങ് ത്രൂ ദ റീൽസ്. ഞാനറിയാതെ ഞാൻ ഫോൺ എടുത്ത് ഞാൻ വീണ്ടും റീൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒറ്റയടിക്കൊരു ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യുന്നത് ഇറ്റ്സ് നിയർ ടു ഇമ്പോസിബിൾ. നമ്മൾ ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്താൽ തന്നെയും ദർ ആർ വെരി ഹൈ ചാൻസസ് ഓഫ് ദ ഹാബിറ്റ് റിട്ടേണിങ് ബാക്ക്. വീണ്ടും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ആക്ച്വലി ഈ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാം. സോ ആസ് ഐ സെഡ്, ഹാബിറ്റ് ഇസ് എൻ അൺകോൺഷ്യസ് പാറ്റേൺ. ലെറ്റ്സ് സേ നിങ്ങൾക്ക് മൊബൈൽ നോക്കുന്നത് ഇഷ്ടമാണ്, നിങ്ങൾ മൊബൈൽ നോക്കില്ല എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തു. ബട്ട് നെക്സ്റ്റ് ടൈം യു ഗെറ്റ് ദ ഏർജ് ടു ടേക്ക് ദ മൊബൈൽ. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാൻ പെട്ടെന്നൊരു ഏർജ് അല്ലെങ്കിൽ വാട്സാപ്പ് ചെക്ക് ചെയ്യാനൊരു ഏർജ് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് ആയി മൊബൈലിൽ, വാട്ട് ഇസ് ദ തിങ് ദാറ്റ് യു ഷുഡ് ഡു ഇമ്മീഡിയറ്റ്ലി എന്താ ചെയ്യേണ്ടത്? ബി അവെയർ. അപ്പോൾ നിങ്ങൾ ശരിക്കും അവെയറായിട്ട് എന്താണ്, അതായത് നമ്മൾ ജസ്റ്റ് ഓക്കെ നോട്ടിഫിക്കേഷൻ വന്നു, ഐ ഹാവ് ദി അർജ് ടു ടേക്ക് ആൻഡ് നമ്മൾ ഈ മൊബൈൽ എടുത്തൊന്ന് സെർച്ച് ചെയ്യാനുള്ള ഒരു താല്പര്യം വരുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി ബി അവെയർ, നമ്മളതിനെപ്പറ്റി കോൺഷ്യസ് ആവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ള കാര്യം. എങ്ങനെയാണ് കോൺഷ്യസ് ആവുന്നതെന്ന് ആദ്യം നോക്കാം. അതായത് നമ്മളപ്പോൾ മൊബൈൽ എടുക്കുന്നു, നമ്മൾ ബി അവെയർ ഓഫ് ഈച്ച്, ഹൈപ്പർ അവെയർ ആവണം നമ്മൾ ഈ കാര്യത്തെപ്പറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ എടുക്കുന്നതിനെ പറ്റി, ആ നോട്ടിഫിക്കേഷനെ പറ്റി, എന്തായിരുന്നു ആ നോട്ടിഫിക്കേഷൻ, ഹൗ ഡിഡ് ഇറ്റ് മേക്ക് യു ഫീൽ, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു ആ നോട്ടിഫിക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും. ഓക്കെ, ഞാൻ ആ മൊബൈൽ എടുത്തു, ഞാൻ കുറച്ച് നേരം റീൽസ് സ്ക്രോൾ ചെയ്തു. ഈ റീൽസ് എന്നെ എന്താണ് ഫീൽ ചെയ്യിപ്പിക്കുന്നത്, ഈ റീൽസിൽ എനിക്ക് താല്പര്യമുള്ള, എനിക്ക് ആവശ്യമുള്ള എന്താണുള്ളത്, ഇത് റീൽസ് കണ്ട് കഴിയുമ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ, അതിൻ്റെ ആ ഒരു ഓവറോൾ എക്സ്പീരിയൻസിനെ പറ്റി നിങ്ങൾ അവെയർ ആവുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നു, നിങ്ങൾ മറന്നു, ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല, നിങ്ങൾ മൊബൈൽ എടുക്കുന്നു, സ്ക്രീൻ നോക്കുന്നു, ഇമ്മീഡിയറ്റ്ലി യു ക്യാച്ച് യുവർ സെൽഫ്. നമ്മൾ ഏതോ ഒരു കോമഡി റീൽ, ഡസൻറ്റ് മേക്ക് സെൻസ്, ഇറ്റ് ജസ്റ്റ് വേസ്റ്റഡ് മൈ ടൈം, ബട്ട് ഐ കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്, ഐ എം ജസ്റ്റ് സ്ക്രോളിങ്. നിങ്ങൾക്കത് നിർത്താൻ പറ്റുന്നില്ല, വി ആർ ജസ്റ്റ് സ്ക്രോളിങ്. കുറച്ച് നേരം നമ്മൾ അവെയർ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരുമാതിരിയാവും. അപ്പം നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും. സോ വി സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് വി കീപ് ദ മൊബൈൽ. നമ്മൾ മൊബൈൽ മാറ്റി വെച്ചിട്ട് വി ആർ ട്രൈങ് ടു ഡു സംതിങ്. അഗെയിൻ ദിസ് ഹാപ്പൻസ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് മേക്ക് ദ പാറ്റേൺ കോൺഷ്യസ്. ഹാബിറ്റ് ഒരു അൺകോൺഷ്യസ് പാറ്റേൺ ആണ്. അതിനെ കോൺഷ്യസ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കോൺഷ്യസ് ആക്കി കഴിഞ്ഞാൽ ഇത് നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം അൺകോൺഷ്യസ് പാറ്റേൺ ആയിരുന്നപ്പോഴത്തേക്കും മൊബൈൽ എടുക്കാതിരിക്കാനും അത് യൂസ് ചെയ്യാതിരിക്കാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു, അല്ലേ? പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. വി ആർ ഹെൽപ്ലെസ്ലി ഗോയിങ് ഇൻ ടു ഇറ്റ് ബാക്ക് അഗൈൻ ആൻഡ് അഗൈൻ, അല്ലേ? സോ അപ്പോൾ നമുക്ക് ഒരുപാട് എനർജി വേണം കുറച്ച് നേരത്തേക്ക് മൊബൈൽ നോക്കാതിരിക്കാൻ വേണ്ടി. നമ്മൾ റെസ്റ്റ്ലെസ് ആവും, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, നമുക്ക് ബോറടിക്കും, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും. ബട്ട് ഈ പാറ്റേൺ നമ്മൾ കോൺഷ്യസ് ആക്കുന്നതോടുകൂടി നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ ഇൻ്റലക്റ്റ് തന്നെ റിയലൈസ് ചെയ്യുകയാണ് ഇതെത്ര യൂസ്ലെസ് ആണെന്നുള്ളത്. ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും വി ആർ ജസ്റ്റ് ട്രൈയിങ് ടു കൺവിൻസ് അവർ സെൽസ് ദാറ്റ് ഇത് ശരിയല്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഒരു സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ സ്വയം കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. വി ഡു നോട്ട് സീ ഇറ്റ് ഫോർ അവർ സെൽസ്. നമ്മുടെ കോൺഷ്യസ്നെസ് വ്യക്തമായിട്ട് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇത് യൂസ്ലെസ് ആണെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഒരു ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ നേരത്തേക്കും വി ആർ ട്രൈങ് ടു കൺവിൻസ് അവർ സെൽസ് ദാറ്റ് ഇത് നമുക്ക് നല്ലതല്ല. ബട്ട് ഇൻ റിയാലിറ്റി നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണം. നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മൾ റിയലൈസ് ചെയ്തിട്ടില്ല ഇതെനിക്ക് ഗുണമില്ല എന്നുള്ളത്. ഫുള്ളി അവെയർ ആവും തോറും ഇതെത്ര യൂസ്ലെസ് ആണ്, ഇതെത്ര നമുക്ക് യാതൊരു രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മളിൽ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും.
ഇത് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമല്ല. കൂടുതൽ അവെയർ ആവും തോറും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ നാച്ചുറലി സംഭവിച്ചോളും, വളരെ ഓർഗാനിക്കായിട്ട് സംഭവിച്ചോളും. നിങ്ങൾ അതിന് എക്സ്ട്രാ എഫേർട്ട് ഒന്നും കൊടുക്കണ്ട. കാരണം നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇൻ്റലിജൻസ് വർക്കിംഗ് ആണ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു അവെയർനെസ്സിൻ്റെ സ്പേസ് കൊടുത്താൽ മതി. അതാണ് ഈ മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും ഒക്കെ അത് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആദ്യം നിങ്ങൾക്ക് ഈ ഒരു ഹാബിറ്റ് നിർത്താൻ ഒരു 20 യൂണിറ്റ് എനർജി വേണമായിരുന്നെങ്കിൽ നിങ്ങളിത് അവെയർ ആവും തോറും ഈ ഹാബിറ്റ് കുറച്ച് നേരത്തേക്കൂടെ ഒന്ന് നീട്ടി വെക്കാൻ. അത് ഇപ്പം എനിക്ക് മൊബൈൽ നോക്കണമെന്ന് തോന്നി, ഞാൻ കുറച്ചുകൂടെ അവെയർ ആകുമ്പോഴത്തേക്കും കഴിഞ്ഞ തവണ ഞാൻ മൊബൈൽ യൂസ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു യൂസ്ലെസ്നെസ്സിൻ്റെ ഫീലിംഗ് എൻ്റെ മെമ്മറിയിലോട്ട് വരും. അത് വരുന്നതോടുകൂടി ആ മൊബൈൽ കുറച്ച് നേരം കഴിഞ്ഞ് ചെക്ക് ചെയ്യാൻ അതിനകത്തൊരു പുല്ലുമില്ല എന്നുള്ളത് ഐ വിൽ ബി അവെയർ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കൂടുതൽ അവെയർ ആവും തോറും ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ എനിക്ക് വേണ്ടുന്ന എനർജിയുടെ അല്ലെങ്കിൽ എഫേർട്ടിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. ആദ്യം ഒരു 20 യൂണിറ്റ് എഫേർട്ടായിരുന്നു എനിക്ക് വേണ്ടുന്നതെങ്കിൽ ഇപ്പോൾ എനിക്കതൊരു 5 യൂണിറ്റ് മതി. ഞാൻ ഫുള്ളി ഇതിനെപ്പറ്റി അവെയറായി ഇത് യൂസ്ലെസ് ആണെന്ന് ഞാൻ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ തന്നെ എൻ്റെ മൊബൈൽ നോക്കാതിരിക്കുക. ആസ് മച്ച് ആസ് ഐ വിഷ് ഞാൻ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്നു, അതിനുശേഷം അത് മാറ്റി വെക്കുന്നു. ദിസ് അപ്ലൈസ് ടു എനിത്തിങ് ആൻഡ് എവറിഥിങ്. ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും റിലേഷൻഷിപ്സ് ആയാലും നിങ്ങളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന എന്ത് ഫാക്ടറാണെങ്കിലും യു ക്യാൻ ബി മോർ അവെയർ അബൌട്ട് യുവർ അൺകോൺഷ്യസ് പാറ്റേൺ ആൻഡ് ബ്രേക്ക് ഇറ്റ്. നിങ്ങൾ എത്രത്തോളം അവെയർ ആവുന്നോ അതിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. സോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് യു. സീ യു ലേറ്റർ. ബൈ.